ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വാട്സപ്പ് വഴി ക്യാഷ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് വെച്ചിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ആണോ നോക്കണം. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് സെർച്ച് ചെയ്ത് കൊടുക്കാം. വാട്സപ്പ് ഇവിടെ ഓൾറെഡി അപ്ഡേറ്റ് ആണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആർക്കാണോ ക്യാഷ് അയക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. നമ്മളവരെ ചാറ്റിലെടുക്കുക. ആ ചാറ്റിലെടുത്ത ശേഷം നമുക്ക് ആദ്യം കാണിക്കുന്നുണ്ട് അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അറ്റാച്ച്മെൻറ്റിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ്, ക്യാമറ, ഗാലറി, ഓഡിയോ, പേയ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും UPI പേയ്മെൻറ്റ് ചെയ്യാറുള്ളവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫോൺ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ബാങ്കിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്ക് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് 2-3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എല്ലാ ബാങ്ക് അക്കൗണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് ഏതാണെന്ന് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വെരിഫൈ SMS എന്ന് വരും. വെരിഫൈ യുവർ ഫോൺ നമ്പർ. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലുള്ള ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനാണ്. അലോ വരുന്നതാണ്. അലോ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത് ആ സിം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്കുള്ള സിം സെലക്ട് ചെയ്യാം. വെരിഫൈ യുവർ ഫോൺ നമ്പർ. നമ്മുടെ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ടുമായിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെരിഫൈ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ കാണിക്കും. അപ്പോൾ ഗെറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് നമ്പറും നമ്മുടെ പേരും കാണിക്കും. ഞാനതവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഓക്കെ ആണ്, നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റപ്പ് കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് UPI പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഡൺ കൊടുത്താൽ മതി ഇനി. അപ്പോൾ നമ്മൾ ആദ്യം പേയ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അറ്റാച്ച് സെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സെൻഡ് ടു അനദർ UPI പേയ്മെൻറ്റ്, നമുക്ക് വേറെ UPI പേയ്മെൻറ്റ് കൂടി ഉപയോഗിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് കൊടുക്കാം. ഇനി നമുക്ക് അറ്റാച്ച്മെൻറ്റിൽ പോയ ശേഷം പേയ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിന് അവർക്കൊക്കെ ഈ അക്കൗണ്ട് ഉണ്ടായിരിക്കണം, എന്നാലാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഫ്രണ്ടിന് അക്കൗണ്ട് ഇല്ല. വേറൊരു ഫ്രണ്ടിനെ കാണിച്ചു തരാം അക്കൗണ്ടുള്ള. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ തന്നെ സെയിം അറ്റാച്ച്മെൻറ്റ് സെലക്ട് ചെയ്യുക. അറ്റാച്ച്മെൻറ്റാണ് കാണുന്നത്. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് UPI പേയ്മെൻറ്റ് കാണിക്കുന്നതാണ്. നമ്മൾ എത്ര എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ എന്ത് കാര്യത്തിനാണോ ആ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് അവിടെ നമുക്ക് നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കവിടെ നോട്ട് ചെയ്യാം. ഇനി നമുക്ക് എൻ്റർ UPI പേയ്മെൻറ്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന UPI പേയ്മെൻറ്റിൻ്റെ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കി വയ്ക്കുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ.